ഹായ് ഫ്രണ്ട്സ്, ആർ4എയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്, അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ സിമ്പിളാണ്. ഒരു സ്റ്റോക്ക് വാങ്ങുക, മറന്നേക്കുക, ബൈ ആൻഡ് ഫോർഗെറ്റ്. കുറച്ചുകൂടി റിസ്ക് നിറഞ്ഞ ഒരു രീതിയാണിത്. ഒരു സ്റ്റോക്ക് വാങ്ങി അതിനെ പൂർണ്ണമായിട്ട് അവഗണിച്ച് പോർട്ട്ഫോളിയോ തിരിഞ്ഞു നോക്കാതെ അതിൻ്റെ പെർഫോമൻസ് പരിഗണിക്കാതെ പൂർണ്ണമായിട്ടും മറക്കുന്ന ഒരു ഏർപ്പാടാണിത്. എന്നാൽ ഈ ഒരു ബൈ ആൻഡ് ഫോർഗെറ്റ് ചില ഘട്ടങ്ങളിൽ ഒരു ഭാഗ്യം പോലെ ഇൻവെസ്റ്റേഴ്സിന് അനുഗ്രഹമാകാറുണ്ട്. ഇത്തരം കുറേ കഥകൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ മുഹമ്മദ് അൻവർ അഹമ്മദ് എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലെ അമാൽനർ എന്ന് പറയുന്ന താമസിച്ചിരുന്ന അദ്ദേഹം 10,000 രൂപയുടെ വിപ്രോയുടെ ഒരു ഷെയർ വാങ്ങേണ്ടായി. 1980 അദ്ദേഹം വാങ്ങുന്നത്. ഈ അമാൽനർ എന്ന് പറയുന്ന സ്ഥലത്താണ് വിപ്രോയുടെ ആദ്യത്തെ ഫാക്ടറി ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ 10,000 രൂപയ്ക്ക് വാങ്ങിയ വിപ്രോയുടെ ഷെയറുകൾ വാങ്ങാനുള്ള ക്യാപിറ്റൽ അദ്ദേഹത്തിന് കിട്ടിയത് അദ്ദേഹത്തിൻ്റെ ഒരു ആൻസെസ്ട്രൽ പ്രോപ്പർട്ടി വിറ്റ് കിട്ടിയ പണം കൊണ്ടാണ്. അപ്പോൾ ഒരു സ്റ്റോക്ക് ബ്രോക്കർ ഇദ്ദേഹത്തെ ഈ ഷെയർ വാങ്ങാൻ സഹായിക്കുകയും ആ ഷെയർ സർട്ടിഫിക്കറ്റുകൾ വീട്ടിൽ സൂക്ഷിച്ചു വെക്കുകയും ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം എടുത്തു നോക്കിയപ്പോൾ 500 കോടിയുടെ ഒരു വെൽത്താണ് ബോണസും സ്റ്റോക്ക് സ്പ്ലിറ്റും ഒക്കെ അടക്കം ഈ സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്തത്. അതുപോലെ ഇന്ത്യയിലെ വാരൻ ബുഫെ എന്നറിയപ്പെടുന്ന രാകേഷ് ചുഞ്ചുംവാല, അദ്ദേഹം 2003 ടൈറ്റാൻ്റെ ഷെയർ വാങ്ങുന്നത്. അന്ന് 40 രൂപ റേഞ്ചിലുണ്ടായിരുന്ന ആ ഷെയർ പിന്നീട് 20 വർഷത്തിന് ശേഷം അത് രാകേഷ് ചുഞ്ചുംവാലയുടെ വെൽത്ത് 10 മടങ്ങ് വർദ്ധിപ്പിച്ച ഒരു ചരിത്രവും നമുക്ക് കാണാൻ കഴിയും. ഇവിടെയും ബൈ ആൻഡ് ഫോർഗെറ്റ് എന്നുള്ള സ്ട്രാറ്റജിയാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഇങ്ങനെയുള്ള ധാരാളം കേസുകൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കേൾക്കാറുണ്ട്. അപ്പോൾ ഈ ബൈ ആൻഡ് ഫോർഗെറ്റ് എന്ന് പറയുന്നത് വളരെ ഈസി ഗോയിങ് പേഴ്സണാലിറ്റി ഉള്ളവർ പിന്തുടരുന്ന ഒരു രീതിയാണ്. കാരണം അവരുടെ സമയം ഇങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റ് പോർട്ട്ഫോളിയോ നന്നാക്കിയെടുക്കാൻ മെനക്കെടാതെ അതിൻ്റെ പാട്ടിന് വിടുന്നവരാണ് ഈ പറയുന്ന ബൈ ആൻഡ് ഫോർഗെറ്റ് ഇൻവെസ്റ്റേഴ്സ്. അപ്പം മുകളിൽ പറഞ്ഞ വിപ്രോ ഇൻവെസ്റ്റർ ആയാലും അല്ലെങ്കിൽ രാകേഷ് ചുഞ്ചുംവാല ആയാലും അവർ വെൽത്ത് ക്രിയേറ്റ് ചെയ്തെങ്കിലും ഇത് എല്ലാവരുടെ കാര്യത്തിലും അതേപോലെ സംഭവിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതേപോലെ എല്ലാ സ്റ്റോക്കുകളിലും ഇത് സംഭവിക്കണമെന്നും നിർബന്ധമില്ല. കാരണം നമുക്കറിയാം, സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ 2004 മുതൽ 2020 വരെയുള്ള ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 1000-ലധികം സ്റ്റോക്കുകൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഡീലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഷെയറിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതെങ്കിൽ 0 വെൽത്ത് ആയിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ബൈ ആൻഡ് ഫോർഗെറ്റ് എന്ന് പറയുന്നത് ചില സന്ദർഭങ്ങളിൽ മാത്രം വർക്കൗട്ട് ആകുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ ബൈ ആൻഡ് ഫോർഗെറ്റ് ചർച്ചാ വിഷയമായുള്ള ഒരു കാരണം കഴിഞ്ഞ ദിവസം ചണ്ഡീഗഡിൽ ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ്. സോഷ്യൽ മീഡിയയിലും ന്യൂസ് പോർട്ടലുകളിലും വലിയ വാർത്തയായിട്ടുള്ള ഈ ഒരു സംഭവത്തെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. ചണ്ഡീഗഡിൽ താമസിക്കുന്ന രത്തൻ ദില്ലൻ എന്ന് പറയുന്ന ഇദ്ദേഹം ഒരു കാർ റാലി സ്പോർട്സ് പേഴ്സൺ ആണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹം ക്ലീൻ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മുത്തച്ഛനോ മറ്റോ 37 വർഷം മുമ്പ് വാങ്ങിയ റിലയൻസിൻ്റെ ഷെയർ അലമാരിയിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. അപ്പോൾ യാദൃശ്ചികമായിട്ട് വീട് ക്ലീൻ ചെയ്യുമ്പോഴാണ് ഇത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഡിജിറ്റൽ ഫോർമാറ്റിലല്ല ഷെയറുകൾ സൂക്ഷിച്ചിരുന്നത്, പേപ്പറുകളിലാണ് ഇത് കാണാൻ കഴിയുക. അപ്പോൾ ഈ പേപ്പറുകളാണ്, ഈ ഫിസിക്കൽ ഷെയർ സർട്ടിഫിക്കറ്റുകളാണ് ഇദ്ദേഹത്തിന് കിട്ടിയത്. അപ്പോൾ ഈ ഷെയർ സർട്ടിഫിക്കറ്റുകളെ കുറിച്ച് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചൊക്കെ യാതൊരു ധാരണയുമില്ലാതിരുന്ന ഈ രത്തൻ ദില്ലൻ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ, അദ്ദേഹം എക്സ് പ്ലാറ്റ്ഫോമാണ് ഉപയോഗിക്കുന്നത്, അവിടെ അദ്ദേഹം ഈ ഷെയർ സർട്ടിഫിക്കറ്റിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുകയും ഇത് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആളുകളോട് ഗൈഡൻസ് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ ഇപ്പോഴും ഈ സർട്ടിഫിക്കറ്റ് വാലിഡ് ആണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്തത്. ആ പോസ്റ്റ് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, അത് 30 ഈക്വിറ്റി ഷെയറുകളാണ് റിലയൻസിൻ്റെ. മുകേഷ് അംബാനിയുടെ പിതാവായിട്ടുള്ള ധീരുഭായ് അംബാനി ഒപ്പിട്ട 30 ഷെയറുകളാണത്. 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഷെയറുകളായിരുന്നു അത്. അദ്ദേഹം ഈ പോസ്റ്റ് ചെയ്തതിന് ശേഷം ധാരാളം കമൻറ്റുകൾ അതിൻ്റെ താഴെ വരികയുണ്ടായി. അങ്ങനെ ഈ പോസ്റ്റ് വലിയ വൈറലാവുകയും ഈ 30 ഷെയറിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ ആളുകൾ കണക്കുകൂട്ടിയിട്ട് പറഞ്ഞു അതിപ്പോൾ ഏകദേശം 11 ലക്ഷം മുതൽ 12 ലക്ഷം രൂപ വരെ അതിന് വാല്യൂ ഉണ്ട് എന്നും പറയുണ്ടായി. അപ്പോൾ ഈ കമൻറ്റിന് താഴെ വന്ന ശ്രദ്ധേയമായ ഒരു മറുപടി ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ പ്രൊട്ടക്ഷൻ ഫണ്ട് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ്റെ മറുപടിയാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നത്. അപ്പോൾ ഈ ഷെയറുകളുടെ വാലിഡിറ്റി ഇപ്പോഴും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാൻ കഴിയുമെന്നും, കാരണം ഇത്തരത്തിൽ അൺക്ലെയിംഡ് ആയിട്ടുള്ള ഷെയർ സർട്ടിഫിക്കറ്റുകൾ സെർച്ച് ചെയ്യാനുള്ള വെബ്സൈറ്റും അവരതിൽ കോട്ട് ചെയ്യുണ്ടായി. ആ വെബ്സൈറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ സർട്ടിഫിക്കറ്റ് ഇപ്പം വാലിഡായിട്ട് നിലനിൽക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ കഴിയുമെന്നും, ഇത്തരത്തിലുള്ള നഷ്ടപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ ക്ലെയിം ചെയ്തുകൊണ്ട് നമുക്ക് തിരിച്ചെടുത്ത് ഡിജിറ്റൽ ഫോമിലേക്ക് മാറ്റാൻ കഴിയുമെന്നും അവരതിൽ പറയുകയുണ്ടായി. ഇതുകൂടാതെ ധാരാളം കമൻറ്റുകൾ അതുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. അതിൽ രസകരമായ കമൻറ്റുകളും ഉണ്ടായിരുന്നു. ചിലർ പറഞ്ഞത് രത്തൻ ഭായ്
നിങ്ങൾ വീട്ടിലെ എല്ലാം ശരിക്കൊന്ന് പരിശോധിച്ച് നോക്കുക. ചിലപ്പോൾ MRFൻ്റെ ഒക്കെ 30 ഷെയറുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ മൾട്ടി ബില്യണറായി മാറും എന്നൊക്കെയുള്ള കമൻറ്റുകളും അതിൻ്റെതായ വന്നിരുന്നു. അപ്പോൾ ഏതായാലും ഷെയർ സർട്ടിഫിക്കറ്റ് വാലിഡ് ആണെന്നും മുകേഷ് അംബാനിയുടെ പിതാവ് ധീരുഭായ് അംബാനിയുടെ ഒപ്പ് വെറുതെ ആവില്ലെന്നും ഇതിൻ്റെ ലീഗൽ ഹയർ സർട്ടിഫിക്കറ്റ്, അതായത് ഇദ്ദേഹമാണ് ഇതിൻ്റെ അവകാശി എന്ന് ഇദ്ദേഹം തെളിയിക്കേണ്ടതുണ്ട്, അതൊക്കെ സ്ഥാപിച്ചുകൊണ്ട് ഈ ഷെയർ സർട്ടിഫിക്കറ്റ് വാലിഡ് ആക്കണമെങ്കിൽ ഒരു 6 മുതൽ 8 മാസം വരെ എടുക്കുമെന്നും ഇതൊരു ലെങ്തി ആയിട്ടുള്ള പ്രോസസ്സാണെന്നും എനിക്കിതിൻ്റെ പിന്നാലെ പോകാൻ കഴിയില്ലെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് രണ്ടാമതും ഈ രത്തൻ ദില്ലൻ ഒരു പോസ്റ്റ് ചെയ്യുകയുണ്ടായി. ഈ പോസ്റ്റിന് ശേഷം വീണ്ടും ഈ കാഫിൻടെക് പോലെയുള്ള കമ്പനികൾ അതിന് മറുപടി കൊടുത്തു. അവർ പറഞ്ഞു നിങ്ങൾക്ക് ഈ ഷെയർ സർട്ടിഫിക്കറ്റ് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സഹായിക്കാമെന്നും അത്തരത്തിലുള്ള മറുപടികൾ കൊടുത്തതിന് ശേഷം അദ്ദേഹം വീണ്ടും അപ്ഡേറ്റ് ചെയ്യുകയുണ്ടായി. അങ്ങനെ അവർക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഈ ഷെയർ സർട്ടിഫിക്കറ്റ് നമ്മൾ റിക്കവർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂവിൻ്റെ ഏകദേശം 50% അദ്ദേഹം ചാരിറ്റിക്ക് വേണ്ടി നീക്കിവെക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള മറുപടിയാണ് ഏറ്റവും ഒടുവിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റുകൾ. ഏതായാലും ബൈ ആൻഡ് ഫോർഗെറ്റ് എന്ന് പറയുന്ന ഈ ഒരു രീതി സ്വാഭാവികമായിട്ടും ചില സന്ദർഭങ്ങളിൽ ഇത്തരത്തിലുള്ള വെൽത്ത് ക്രിയേഷന് സഹായിക്കാറുണ്ട് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഈ സംഭവം ഇവിടെ ഉദ്ധരിച്ചത്. എന്നാൽ അത് എല്ലാ കാലത്തും സംഭവിക്കാൻ സാധ്യതയില്ലെന്നും സ്റ്റോക്കുകളുടെ പ്രത്യേകതയും അതേപോലെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുടെ പ്രത്യേകതയും അതും കൂടി ഇതിൽ ബാധിക്കുന്നുണ്ട്. കാരണം നിരന്തരം പോർട്ട്ഫോളിയോ നോക്കിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ ഫ്ലക്ച്വേഷൻസ് കാരണം ടെൻഷൻ അടിക്കുന്ന പാനിക് സെല്ലിംഗ് ഒക്കെ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ബൈ ആൻഡ് ഫോർഗെറ്റ് സ്ട്രാറ്റജി യോജിക്കുകയില്ല. ഏതായാലും നമ്മൾ ഇപ്പോഴത്തെ കറണ്ട് ഫ്ലക്ച്വേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ മാർക്കറ്റിൽ ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള 4 സ്റ്റോക്കുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ കൂടുതലായിട്ട് നമ്മൾ സംസാരിക്കുന്നത്. നമുക്കറിയാം സ്റ്റോക്കിൻ്റെ PE റേഷ്യോ ആണ് നമ്മൾ വാല്യുവേഷൻ കണക്കാക്കാൻ വേണ്ടി പൊതുവെ നോക്കാറുള്ളത്. അപ്പോൾ കഴിഞ്ഞ 3 വർഷത്തെ മീഡിയൻ PE, ആവറേജ് മീഡിയം PE എത്രയാണോ അതിന് താഴെ ട്രേഡ് ചെയ്യുന്ന 4 സ്റ്റോക്കുകളാണ് ഇവിടെ സംസാരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ സ്റ്റോക്ക് നെസ്ലെ ഇന്ത്യയാണ്. FMCG കമ്പനി ആയിട്ടുള്ള ഈ ഒരു കമ്പനി ബീവറേജസ്, അതുപോലെ പ്രിപ്പയർഡ് ഡിഷസ്, മിൽക്ക് പ്രോഡക്ട്സ്, കൺഫെക്ഷണറി, ഇൻസ്റ്റൻറ്റ് കോഫി, നൂഡിൽസ്, ഡയറി ഐറ്റംസ്, അതേപോലെ ചോക്ലേറ്റ്സ്, അതുപോലെ പോപ്പുലർ ബ്രാൻഡുകളായിട്ടുള്ള നെസ്കഫെ, മാഗി, മിൽക്കി ബാർ, കിറ്റ്കാറ്റ്, മിൽക്ക് മെയ്ഡ് പോലെയുള്ള പല ബ്രാൻഡുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇന്ത്യയിലെ ഒരു ലീഡിംഗ് FMCG കമ്പനിയാണ് നെസ്ലെ ഇന്ത്യ. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 2 ലക്ഷം കോടിക്ക് മുകളിലാണ്. ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് നമ്മൾ കാണുന്നത് 2192 രൂപയിലാണ്. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 67 ആണ്. 3 വർഷത്തെ ആവറേജ് മീഡിയം PE 78 ആയിരുന്നു. അതിലും താഴെ വന്നിട്ട് ഇപ്പോൾ അണ്ടർ വാല്യൂഡ് ആയിട്ടാണ് നമുക്ക് ഈ സ്റ്റോക്ക് കാണാൻ കഴിയുക. മറ്റൊരു സ്റ്റോക്ക് IRCTC ആണ്. ഇന്ത്യയിലെ റെയിൽവേ ടിക്കറ്റിംഗ് രംഗത്തുള്ള മൊണോപ്പൊളി കമ്പനിയാണിത്. കാറ്ററിംഗ് സർവീസും പാക്കേജ് ഡ്രിങ്കിങ് വാട്ടറും അതേപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനുകളിൽ റെയിൽ നിയർ പ്ലാൻസ്, അതുപോലെ മൊബൈൽ കാറ്ററിംഗ്, ഫുഡ് ഔട്ട്ലെറ്റ്സ്, അതുപോലെ ടൂറിസം, സൈറ്റ് സീയിങ് സർവീസുകൾ, ലോഡ്ജിങ് ഫെസിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് IRCTC. 55,000 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ഈ ഒരു മിഡ് ക്യാപ് സെഗ്മെൻറ്റുള്ള കമ്പനിയുടെ കറണ്ട് പ്രൈസ് ഇപ്പോൾ 689 രൂപയാണ്. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 44 എന്ന ലെവലിലാണ്. 3 വർഷത്തെ മീഡിയൻ PE 62 ആയിരുന്നു. മറ്റൊരു സ്റ്റോക്ക് മദേഴ്സൺ സുമി വയറിംഗ് ലിമിറ്റഡ് ആണ്. ഇവർ വയറിംഗ് ഹാർനസ് സൊല്യൂഷൻ, പ്രത്യേകിച്ച് ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചേഴ്സിന് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ്. ഡിസൈൻ മുതൽ വാലിഡേഷനും മാനുഫാക്ചറിങ് അതുപോലെ അസംബ്ലി രംഗത്തൊക്കെ ഇലക്ട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം മാനേജ് ചെയ്യുന്ന കമ്പനിയാണ് മദേഴ്സൺ സുമി. പവർ ഡിസ്ട്രിബ്യൂഷൻ കൂടാതെ ഡാറ്റ ട്രാൻസ്ഫറിനുള്ള വയേഴ്സ് ഹാർനസ് സർവീസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് 22,400 കോടിയുള്ള ഒരു മിഡ് ക്യാപ് സെഗ്മെൻറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കമ്പനിയാണ്. ഇതിൻ്റെ പ്രൈസ് 50 രൂപ റേഞ്ചിലാണ് കാണാൻ കഴിയുക. സ്റ്റോക്കിൻ്റെ PE 35 ആണ്. 3 വർഷത്തെ ആവറേജ് മീഡിയം PE 51 ആയിരുന്നു. മറ്റൊരു സ്റ്റോക്ക് ഇന്ത്യയിലെ ലീഡിംഗ് IT കമ്പനി ആയിട്ടുള്ള ടാറ്റ കൺസൾട്ടൻസി സർവീസ് ആണ്. അപ്പോൾ ഈ കമ്പനി AI പവേർഡ് ആയിട്ടുള്ള കൺസൾട്ടിംഗ് ഡ്രിവൺ പോർട്ട്ഫോളിയോസും ടെക്നോളജി, ബിസിനസ്, എഞ്ചിനീയറിംഗ് സർവീസസ്, സൊല്യൂഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഇന്ത്യയുടെ ഒരു മാർക്കറ്റ് ലീഡിംഗ് IT കമ്പനിയാണ്. 12 ലക്ഷത്തിന് മുകളിൽ മാർക്കറ്റ് ക്യാപ്പുള്ള ഈ കമ്പനിയുടെ ഇപ്പോഴത്തെ പ്രൈസ് 3500 എന്നുള്ള ലെവലിലാണ്. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 26 ആണ്. 3 ഇയേഴ്സിൻ്റെ ആവറേജ് മീഡിയം PE 30 ആണെന്ന് കാണാം. അപ്പോൾ ഇങ്ങനെ അണ്ടർ വാല്യൂഡായി കിടക്കുന്ന ധാരാളം സ്റ്റോക്കുകൾ നമ്മൾ മാർക്കറ്റിൽ കാണാൻ കഴിയും. ഇവിടെ ഞാൻ ഉദാഹരണത്തിന് 4 സ്റ്റോക്കുകൾ പറഞ്ഞതെന്ന് മാത്രം. ഇതൊരിക്കലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് അല്ല. നിങ്ങൾ തീർച്ചയായിട്ടും കൂടുതൽ പഠനം നടത്തിക്കൊണ്ട് റിസർച്ച് നടത്തിക്കൊണ്ട് മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുക. അതുപോലെ വലിയ ലംസം എമൗണ്ടുകൾ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ സിപ്പ് മോഡലിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോഴത്തെ ഈ ഒരു കൺസോളിഡേറ്റിംഗ് മാർക്കറ്റിൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു രീതി. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ കമൻറ്റുകളും അഭിപ്രായങ്ങളും അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.